നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഡിസംബർ മാസത്തിലെ റേഷൻ വിതരണം നാളെ മുതൽ തുടങ്ങുകയാണ്. മഞ്ഞ, ചുവപ്പ്, നീല, വെള്ള റേഷൻ കാർഡുകൾക്ക് എന്തെല്ലാം സാധനങ്ങളാണ് ലഭിക്കുക? അതുപോലെ തന്നെ ഇപ്പോൾ വെള്ള, നീല റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് പിങ്ക് റേഷൻ കാർഡിലേക്ക് എങ്ങനെ മാറാം? ഇപ്പോൾ അപേക്ഷ കൊടുത്ത ആളുകൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്നും ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇന്ന് റേഷൻ കടകൾ അവധിയാണ്. നാളെ മുതലായിരിക്കും ഡിസംബർ മാസത്തിലെ റേഷൻ വിതരണം തുടങ്ങുക. കഴിവതും നമ്മൾ റേഷൻ കാർഡ്, ഫോൺ നമ്പർ, OTP വെക്കാതെ നമ്മുടെ വീട്ടിൽ ആരുടെയെങ്കിലും കൈവശം വെച്ച് തന്നെ ഫിംഗർ വെച്ച് തന്നെ റേഷൻ സാധനങ്ങൾ വാങ്ങാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡ് ഉപയോഗിക്കുന്ന ആളുകൾ ഇനിയും മസ്റ്റിംഗ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മസ്റ്റിംഗ് പൂർത്തിയാക്കാനും ശ്രദ്ധിക്കുക. മഞ്ഞ റേഷൻ കാർഡുകൾ ലഭിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ മുകളിൽ സ്ക്രീനിൽ കാണുന്നത്. 30 കിലോ അരിയും 2 കിലോ ഗോതമ്പുമായി അവർക്ക് സൗജന്യമായി ലഭിക്കും. അതുപോലെ തന്നെ 3 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും 1 കിലോ പഞ്ചസാര 27 രൂപ നിരക്കിലുമായിരിക്കും അവർക്ക് ലഭിക്കുക. മഞ്ഞ റേഷൻ കാർഡിലുള്ള ആളുകൾ റേഷൻ സാധനങ്ങൾ വാങ്ങാതിരുന്നു കഴിഞ്ഞാൽ പിന്നീട് അവരുടെ കാർഡ് വെള്ളയിലേക്ക് മാറും. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ഇങ്ങനെയുള്ള സബ്സിഡി റേഷൻ സാധനങ്ങൾ നിർബന്ധമായിട്ടും വാങ്ങുക. അതുപോലെ തന്നെ നമുക്ക് ചുവപ്പ് റേഷൻ കാർഡുള്ള ആളുകൾക്ക് എന്താണ് ലഭിക്കുക എന്ന് നോക്കാം. കുടുംബത്തിലെ ഓരോ വ്യക്തികൾക്കും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പുമായിരിക്കും സൗജന്യമായി ലഭിക്കുക. അതുപോലെ തന്നെ കുടുംബത്തിലെ ഒന്നായിട്ടുള്ള ആളുടെ അളവിൽ നിന്ന് 4 കിലോ കുറച്ച് അതിന് പകരം 4 പാക്കറ്റ് ആട്ടയും 9 രൂപ നിരക്ക് ലഭിക്കുന്നതാണ്. ആട്ട ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതിയാകും. സബ്സിഡി റേഷൻ സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ അതിന് അർഹതയുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അല്ലാതെ നമ്മൾ സബ്സിഡി സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വലിയ രൂപത്തിലുള്ള ഫൈനുകൾ തിരിച്ചടയ്ക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് നീല റേഷൻ കാർഡിന് ലഭിക്കുന്ന സാധനങ്ങളാണ്. നീല റേഷൻ കാർഡ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് 5 കിലോ അരി 10 രൂപ നിരക്കിലും അധികമായി ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുടുംബത്തിലെ ഒരു അംഗത്തിന് 2 കിലോ അരി വീതം കിലോക്ക് 4 രൂപ നിരക്കിലും അവർക്ക് ലഭിക്കുന്നതാണ്. സ്പെഷ്യലായിട്ട് അവർക്ക് 5 കിലോ അരി ലഭിക്കുന്നതാണ്. 10.90 വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ മാത്രം മതിയാകും. അതുപോലെ തന്നെ വെള്ള റേഷൻ കാർഡ് ഉപയോഗിക്കുന്നത് നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണാം. ഇപ്പോൾ നീല, വെള്ള റേഷൻ കാർഡ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് പിങ്കിലേക്ക് മാറാൻ അവസരമുണ്ട്. 1000 സ്ക്വയർ ഫീറ്റിന് താഴെ വീട്ടിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ മാറാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്കും പെട്ടെന്ന് തന്നെ മാറാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് വെള്ള റേഷൻ കാർഡുകൾ ആളുകൾക്ക് ലഭിക്കുന്ന അരിയാണ്, റേഷൻ സാധനങ്ങളാണ്. ഏതായാലും നിങ്ങൾ അക്ഷയ കേന്ദ്രം വഴിയാണ് നമ്മൾ ചുവപ്പിലേക്ക് മാറാൻ അവസരം ഉള്ളത്. അക്ഷയ കേന്ദ്രം വഴി നിങ്ങൾ അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അപേക്ഷ നമ്പർ ലഭിക്കുകയും 1 മാസം കൊണ്ട് തന്നെ അത് ചുവപ്പിലേക്ക് മാറി നിങ്ങൾക്ക് ചുവപ്പ് റേഷൻ കാർഡിൽ ലഭിക്കുന്ന അരി മറ്റ് സാധനങ്ങൾ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡ് ഉപയോഗിക്കുന്ന ആൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: അർഹതയില്ലാതെ അവർ റേഷൻ സാധനങ്ങൾ കൈപ്പറ്റി കഴിഞ്ഞാൽ നമ്മൾ വാങ്ങുന്ന എല്ലാ റേഷൻ സാധനങ്ങളും നമ്മൾ തിരിച്ചടയ്ക്കേണ്ടി വരും. അതുപോലെ തന്നെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും മരണപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് എത്രയും പെട്ടെന്ന് തന്നെ റേഷൻ കാർഡിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. റേഷൻ കാർഡിൽ നിന്ന് പേര് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ അവർക്കും വലിയ രൂപത്തിലുള്ള ഫൈനുകളും മറ്റു കാര്യങ്ങളും വരുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം.